ഹലോ ഹലോ, മാതൃഭൂമിയല്ലേ? കഴിഞ്ഞ ദിവസം നിങ്ങൾ മറ്റേ അച്യുതാനന്ദനെയും ആരെയൊക്കെയോ വെച്ചിട്ട് അതിലൊരു കാർട്ടൂൺ വരച്ചിരുന്നല്ലോ. അതില് ഗണപതിയുടെ ഒരു വേഷത്തിലാണല്ലോ അച്യുതാനന്ദനെ നിങ്ങൾ കാണിച്ചിരുന്നത്. എന്റെ പേര് ജിഷ്ണു എന്നാണ്. ഞാൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കണേ. ഞാൻ മെഡിക്കൽ ഫീൽഡിലെ ഒരു കമ്പനിയുടെ കേരള മാനേജറാണ്. ഹലോ, അപ്പൊ നിങ്ങള് ഈ കഴിഞ്ഞ ദിവസം നബിയെ കുറിച്ച് എന്തോ എഴുതിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കിടന്ന് കരഞ്ഞ് മാപ്പ് പറയുന്നുണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ MD വീരേന്ദ്രകുമാറും നിങ്ങളുടെ പത്രത്തിലേക്ക് വിളിച്ചപ്പോ പത്രം ഓഫീസിലെ ആൾക്കാരെല്ലാവരും കൂടെ ഭയങ്കര ഭയബഹുമാനം, അയ്യോ അറിയാതെ സംഭവിച്ചാണെന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ വർഷം നിങ്ങൾ നിങ്ങൾ കഴിഞ്ഞ വർഷം ശ്രീരാമനെ അവഹേളിച്ചു. അതിനെക്കുറിച്ച് ഇതേപോലെ വിളിച്ചു ചോദിച്ചപ്പോൾ അത് ഞങ്ങളുടെ ഇഷ്ടമാണ്, അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കൊണ്ട് എഴുതിക്കുമെന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ ഹിന്ദുക്കളെ മൊത്തത്തിൽ ഒരു തവണ അവഹേളിച്ചു. അപ്പൊ അന്ന് നമ്മൾ പ്രതികരിക്കാഞ്ഞത് നമ്മൾക്കൊന്നും പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, നമ്മൾ അത്തരത്തിൽ പോകണ്ടെന്ന് വിചാരിച്ചത്. ഇതിപ്പോ നിങ്ങൾ തുടർച്ചയായിട്ട് ഈ ഹിന്ദു ദൈവങ്ങളെ ഇങ്ങനെ അവഹേളിക്കണം എന്നുള്ളത് മാതൃഭൂമിക്ക് ഒരു ആവശ്യകതയാണോ? എന്താണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഞാൻ അങ്ങനെ ഹിന്ദു ദൈവത്തിനെ അല്ല കളിയാക്കി വരച്ചിട്ടുള്ളത്. അങ്ങനെ ചെയ്തിട്ടില്ല. അല്ല, എനിക്ക് വ്യാഖ്യാനം, കാരണം നമ്മൾ കാഴ്ചയിൽ കാണുന്ന കാര്യങ്ങളാണ്. അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനാണ് വരച്ചത്. അല്ല അതിപ്പോ വളരെ എളുപ്പമാണല്ലോ. ഞാൻ ഉദ്ദേശിച്ചാണ് നിങ്ങൾ അങ്ങനെയെങ്കിൽ അതൊരു ക്രിസ്തുവിന്റെ വേഷത്തിലോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒന്നും എന്തുകൊണ്ടാണ് നിങ്ങളൊന്നും എഴുതാത്തത്? ഇപ്പൊ ഈ തുടരെ നിങ്ങൾ കാണാത്തതുകൊണ്ടാണ്, നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം. അയ്യോ എനിക്ക് ചേട്ടന്റെ പോലെ അത്രയും അറിവും ഈ ഒരു മറ്റെന്താണ് പറയാ അതൊന്നും ചിലപ്പോ ഉണ്ടായില്ല എന്ന് വരും. ഞാൻ പറഞ്ഞല്ലോ, കാരണം നിങ്ങളുടെ അത്രയും കഴിവുള്ള ഒരു കലാകാരനൊന്നുമല്ല, കണ്ടാൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന ഒരു ആവറേജ് IQ ഉള്ള ഒരു മലയാളിയാണ് ഞാൻ. അപ്പൊ എനിക്ക് എന്റെ IQ-അനുസരിച്ചല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. IQ ഒരു 152 എബവ് ഉള്ള ആളാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ആ ലെവലിലേക്ക് ഞാൻ വരണം എന്ന് പറഞ്ഞ കഷ്ടമാണ്. കാരണം ചിലപ്പോൾ നിങ്ങളെ കലാകാരന്മാർക്ക് ആയിരിക്കും, അത്രയൊന്നും ഇല്ല. കാരണം ഞാൻ വെറും ഒരു ആവറേജ് ആളാണ്. ഇല്ല, അതെനിക്കറിയില്ല. അപ്പൊ ഇതിലൊന്നും നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ല ആക്ച്വലി ഈ പറഞ്ഞ ഹിന്ദു ദൈവങ്ങളെ ഇങ്ങനെ തുടർച്ചയായിട്ട് അപമാനിക്കണം എന്നുള്ളത്? അല്ല ശരി, അല്ല ഞാനൊന്ന് ചോദിച്ചത്, അങ്ങനെയെങ്കിൽ ചേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? ചേട്ടൻ പറഞ്ഞില്ല, അതായത് പറഞ്ഞത്. പിന്നെന്താണ് ഗണപതിയല്ല വരച്ചത്? ഗണപതിയല്ല വരച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിന്റെ ചരിത്രത്തില് തലയ്ക്ക് കീഴെ മനുഷ്യനായിട്ടും, അതായത് ഉടല് മനുഷ്യനായിട്ടും തലയിൽ ആനയുടെ മുഖം ഉള്ളത് ഗണപതിക്ക് മാത്രമാണ്. മറ്റെന്തിനെങ്കിലും ഉണ്ടോ? എന്റെ അറിവിലില്ല. ചേട്ടന്റെ ഇനി ഇത്രയും അറിവുള്ള വ്യക്തി ആയതുകൊണ്ട് അതിലുണ്ടോന്ന് എനിക്കറിയില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, അതായത് ഉടൽ മനുഷ്യന്റെയും തല ആനയുടെയും വെച്ചിട്ട് ചേട്ടൻ വേറെ എന്താണ് ചേട്ടന്റെ ഇമാജിനേഷൻ? അല്ല, അത് അങ്ങനെ ഒരു ആനയുടെ തലയുള്ള ഒരു അച്യുതാനന്ദനെയാണ് വരച്ചത്. ആനയുടെ തലയുള്ള അച്യുതാനന്ദനെ വരച്ചത്, ഗണപതിയല്ല. ഓ, അത് ശരി. ഭയങ്കര കേട്ടോ, തൊലിക്കെട്ട് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇപ്പോഴും ഈ പറയും ഈ കിടന്ന് ഉരുളുക എന്നുള്ളത്. പക്ഷെ ഇതൊക്കെ വളരെ മോശം. എന്തായാലും അധികകാലം മാതൃഭൂമിയുടെ ഇത്തരത്തിലുള്ള ഈ ഒരു ഹിന്ദു വൈരുദ്ധ്യം തുടരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം അതിനുള്ളിൽ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിക്കോളും. നിങ്ങൾക്ക് ഇസ്ലാമിനെ അപമാനിച്ചപ്പോ നിങ്ങൾ പേടിച്ച് ജട്ടിയിൽ വരെ മൂത്രമൊഴിച്ച ആൾക്കാരാണ് നിങ്ങളുടെ MD അടക്കം. നിങ്ങൾക്ക് ക്രിസ്ത്യാനിയെ കുറിച്ചോ മുസ്ലിമിനെ കുറിച്ചോ ഒന്നും നിങ്ങൾക്ക് വരെ വരില്ല. ഹിന്ദുവിനെ കുറിച്ച് മാത്രമാണ് നിങ്ങൾ ഗണപതി ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമാജിനേഷൻ പറയാം. സമൂഹത്തിൽ അതിൻ്റെതായ ചില സങ്കല്പങ്ങളുണ്ട്. മനുഷ്യന്റെ ഉടലും തല ആനയുടെയും വെച്ചിട്ട് ഈ ഭാരത വർഷത്തിലാകെ അതൊരു ആരാധ്യ പുരുഷനാണ്, അതൊരു ഭഗവാനായിട്ട് കാണുന്ന ആളാണ് ഗണപതി. അച്യുതാനന്ദൻ ഭൂമി മലയാളത്തിൽ അവതരിച്ചിട്ട് 93 കൊല്ലം ആയിട്ടുള്ളൂ. അതിനു മുമ്പും പിന്നെ നിങ്ങളുടെ പേരെന്താണെന്നോ നിങ്ങളുടെ പ്രായം എന്താണെന്നോ നിങ്ങളുടെ മതം എന്താണെന്നോ എനിക്കറിയില്ല. ഞാനത് അന്വേഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പും മനുഷ്യന്റെ ഉടലും ആനയുടെ തലയുമായിട്ടുള്ളത് ഗണപതി മാത്രമാണ്. അതിന് ഞാൻ അതല്ല വരച്ചത്, ഞാൻ ഉദ്ദേശിച്ച അതല്ല. ഏതൊരു സിനിമയില് ജഗതി പറയണത്, അയ്യോ ഇത് എന്റെ കൊച്ചല്ല, എന്റെ ഗർഭം ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്ന പോലുള്ള വിഡ്ഢിത്തരങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ഈ ഫോണിലൂടെ ഇത്തരത്തിൽ ഞങ്ങളോട് കൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതെ അല്ല അതേ ഇത്രയും നർമ്മബോധമുള്ള ഒരാളാണ് നിങ്ങൾ പറഞ്ഞതിൽ സന്തോഷം. അല്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇപ്പൊ ചേട്ടന്റെ ലെവലില് നമുക്ക് IQ ഇല്ല ആക്ച്വലി. അപ്പൊ എന്തെങ്കിലും കുറച്ചൊക്കെ നമുക്ക് വേണമല്ലോ.
എന്നാലല്ലേ നമുക്ക് തട്ടിമുട്ടി ഇന്ന് ഈ കേരളത്തിൽ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇതൊക്കെ വളരെ മോശമാണ്. നിങ്ങൾ പറഞ്ഞതിന് എന്താണ് എന്റെ ആൻസർ ഞാൻ പറഞ്ഞല്ലോ. അല്ല ഈ മറ്റേ തല ആനയുടെ വെച്ചിട്ട് ഞാൻ ഗണപതിനെ അല്ല ഉദ്ദേശിച്ചേ. ഞാന് മറ്റേ അച്യുതാനന്ദനെയാണെന്നോ ഒബാമേനെയാണെന്നോ നരേന്ദ്രമോദിയാണെന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് ഒരു അർത്ഥവും ഇല്ല. അപ്പൊ അതെന്തെങ്കിലും എന്തായാലും താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് ഗോപികൃഷ്ണൻ. ഗോപികൃഷ്ണൻ. ഞാൻ വളരെയധികം ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ ഇന്നലെ വരെ. ഒരുപാട് കാർട്ടൂണുകൾ ഞാൻ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. അത് ഏത് പൊളിറ്റീഷ്യനോ ഏത് പൊളിറ്റിക്സോ എന്തും ആയിക്കോട്ടെ ഞാൻ ഒരുപാട് ആസ്വദിക്കുകയും ഫേസ്ബുക്കിൽ കിട്ടുമ്പോഴെല്ലാം വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കാർട്ടൂൺസ് ഷെയർ ചെയ്തിരുന്ന ആളാണ്. പക്ഷെ ഇന്നലെയോടെ ഞാൻ നിങ്ങളെ വളരെയധികം വെറുക്കുന്നു. വളരെ മോശമായി പോയി. ഹൈന്ദവ ദേവീ ദേവന്മാരെ ആരാധിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിനെ അവഹേളിച്ചുകൊണ്ടുള്ള മാതൃഭൂമിയുടെ ഇത്തരത്തിലുള്ള നടപടികൾക്ക് വളരെ താമസിയാതെ തന്നെ അറുതി വരുത്തും ഞങ്ങൾക്ക്. അതൊരു ഭീഷണിയായിട്ടൊന്നും കണക്കാക്കൊന്നും വേണ്ട. കാലം അതിനനുസരിച്ച് മുന്നേറി കഴിഞ്ഞു. ഇത് എത്ര കാലം മുന്നോട്ട് പോകും നമുക്ക് കാണാം ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. എനിവേ സംസാരിച്ചത് വളരെ സന്തോഷം. താങ്കളുടെ തൊലിക്കട്ടിയും ഞാൻ വളരെ നല്ല രീതിയിൽ അഭിനന്ദിക്കുന്നു.